മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ മൂവിക്ക് തിയേറ്ററിൽ മികച്ച അഭിപ്രായം. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ആരാധകർ. സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം സയനൈഡ് നൽകി കൊന്ന് സ്വർണവും പണവുമായി മുങ്ങുന്ന സൈക്കോ സയനൈഡ് മോഹന്റെ കഥയാണ് സിനിമയുടെ ഇതിവൃത്തം. ചിത്രത്തിൽ മമ്മൂട്ടിയാണ് ഈ നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പൂവന്ത്ര എന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകുന്നതും അത് അന്വേഷിക്കാൻ നത്ത് എന്ന ഇരട്ടപ്പേരുള്ള ജയകൃഷ്ണൻ എത്തുന്നതും തുടർന്ന് പൂവന്ത്ര കമ്മ്യൂണൽ വയലൻസിനു കാരണക്കാരിയായ പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കുന്നിടത്തുമാണ് സിനിമ ആരംഭിക്കുന്നത്. ചിത്രത്തിൽ നത്ത് ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറായി വിനായകൻ വേഷമിട്ടിരിക്കുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് വിനായകൻ ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അസീസ് നെടുമങ്ങാട്, രജിഷ വിജയൻ, ജിബിൻ ഗോപിനാഥ്, സുധി രാമചന്ദ്രൻ, ബിജു പപ്പൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. 2 മണിക്കൂർ 17 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ രചന സംവിധായകൻ ജിതിൻ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു സ്ലോ പാറ്റേണിൽ തുടങ്ങുന്ന സിനിമ പതിയെ പതിയെ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഒരു പരിധിവരെ പശ്ചാത്തല സംഗീതം സിനിമയുടെ സൗന്ദര്യം കൂട്ടി എന്ന് തന്നെ പറയാം. മുജീബ് മജീദാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സയനൈഡ് മോഹന്റെ കഥയിൽ അല്പം മസാലകൾ ചേർത്ത് തയ്യാറാക്കിയ സിനിമ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നൽകുന്നുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ ക്ലൈമാക്സും ഇന്റർവെൽ പഞ്ചും അതിമനോഹരമാണ്. അത് പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക തന്നെ ചെയ്യും. ഫൈസൽ അലിയുടെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു പഴയകാലം റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രവീൺ പ്രഭാകരൻ എഡിറ്റിംഗ്, ദുൽഖർ സൽമാന്റെ വേഫാർ ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ എന്നിവയാണ് കളങ്കാവലിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് വളരെ സിനിമാറ്റിക്കായാണ് ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ചിത്രത്തിലെ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ച് കൊല്ലുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് വളരെ സിനിമാറ്റിക്കായാണ് ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിച്ച് കൊല്ലുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അതിഗംഭീരമാണ്. അത് തിയേറ്ററിൽ നിങ്ങളെ വല്ലാതെ കുളിര് കോരിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇത്ര കാലം നമ്മൾ കണ്ടിരുന്ന മമ്മൂട്ടിയുടെ മറ്റൊരു പകർന്നാട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം തൊട്ടു മുമ്പിലത്തെ വർഷം ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിൽ ചാത്തന്റെ വേഷത്തിൽ വന്നിരുന്നു. അതും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. അതേപോലെ അതിനോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പരിധി വരെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം കളങ്കാവലിലും എത്തുന്നത്. പല പേരുകളിലായി, പല നാടുകളിലായി പല സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു കഥാപാത്രം. അത് എടുത്തു പറയുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിന്റെ ചിരിയിലും നോട്ടത്തിലും ഭാവത്തിലും നടപ്പിലുമെല്ലാം വേറിട്ട ഒരു മമ്മൂട്ടിയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മമ്മൂക്ക ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഫീൽഡിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ്, ആ ഒരു തിരിച്ചുവരവിനെ അതിഗംഭീരമായിട്ട് തന്നെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നതും. സിനിമയുടെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് സിനിമയുടെ ക്വാളിറ്റിയും കാര്യങ്ങളുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം മമ്മൂട്ടി കമ്പനി ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കളങ്കാവലിലും അദ്ദേഹം ആ ഒരു എന്താ പറയുക, ക്വാളിറ്റിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടിയോളം അല്ലെങ്കിൽ മമ്മൂട്ടിയേക്കാൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് വിനായകൻ. നമുക്കറിയാം, മമ്മൂട്ടി പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകർക്കെല്ലാം തന്നെ അവസരങ്ങൾ നൽകുന്ന ഒരു നായക നടനാണ്. അതുകൂടാതെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തൊട്ടു മുമ്പത്തെ ഭ്രമയുഗമായാലും അതിൻ്റെ തൊട്ടു മുമ്പിലത്തെ വർഷം പുറത്തിറങ്ങിയ കാതൽ എന്ന സിനിമയായാലും എല്ലാത്തിനും വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ടാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. കാതലിൽ ഒരു ഗേ പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രമായിട്ടായിരുന്നു. ഭ്രമയുഗത്തിലാണെങ്കിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ടായിരുന്നു. ഇതിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള അതിഭീകരനായിട്ടുള്ള ഒരു സൈക്കോ വില്ലൻ തന്നെയായിട്ടാണ് മമ്മൂക്ക എത്തുന്നത്. ചിത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക്, കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപേ തന്നെ റൂമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ സിനിമ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇത് മോഹന്റെ കഥയാണെന്ന്, സയനൈഡ് മോഹന്റെ കഥയാണെന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വിനായകനിലേക്ക് വരികയാണെങ്കിൽ, വിനായകൻ
അതിമനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മുമ്പത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആട് എന്ന് പറയുന്ന സിനിമയായി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രമായി കഴിഞ്ഞാലൊക്കെ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെ അതിഭീകരമായിട്ട് അതിമനോഹരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മഹാനടൻ വില്ലനാവുകയും അദ്ദേഹത്തിനെ പിടിക്കാൻ വരുന്ന അദ്ദേഹത്തിന്റെ നായക കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ മമ്മൂട്ടിയോളം തുല്യമായ, അല്ലെ മമ്മൂട്ടിയേക്കാൾ ഒരു പരിധി വരെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വിനായകനെ പോലെയുള്ള ഒരു സാധാരണ അഭിനേതാവിന് അവസരം കൊടുക്കുക എന്ന് പറയുന്നത്